ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണത്തിനെ പറ്റിയിട്ടാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി മഞ്ഞ് സീസണാണ്, കാറ്റുകാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഡ്രൈനെസ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. നമ്മൾ എത്ര കെയർ ചെയ്ത് പോയാലും നമുക്ക് ആ ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ മുഖം ശ്രദ്ധിക്കണ പോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഭാഗം കൂടിയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ഈ കാറ്റുകാലത്ത് ഇങ്ങനെ സൈഡൊക്കെ പൊട്ടി വരവുണ്ടിട്ട് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ചുട്ടുനീറ്റോ വേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഡെയിലി നമ്മുടെ ചുണ്ടത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അതിങ്ങനെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നിൽക്കും. ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്നാൽ ചുണ്ട് നല്ല സോഫ്റ്റാക്കി കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് ഇങ്ങനെ ഡ്രൈനെസ് ഒന്നും കൊണ്ടുവരാതെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ നെയ്യ് വളരെയധികം സഹായമാണ്. ഒരു തുള്ളി നെയ്യിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ബീട്രൂട്ട് കിട്ടുവാണെങ്കിൽ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് ചീപ്പ് റേറ്റ് അല്ലേ ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ ബീട്രൂട്ടും തേനും കൂടിയിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ ചുണ്ടത്തിങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അത് നല്ലൊരു മോയ്സ്ചറൈസാണ്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുണ്ട് കറുപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് നല്ല പിങ്ക് ഷെയ്ഡിലൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ലിഫ്റ്റിക്ക് ഇട്ട ഒരു പ്രതീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ബീട്രൂട്ട് വെറുതെ ചുണ്ടത്ത് ഉരസിയാൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തേനും കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ വേടിക്കണ അലോവേരയുടെ ജെല്ല്, നമ്മുടെ സാധാ അലോവേരയുടെ ജെല്ലല്ല, വേടിക്കണ അലോവേരയുടെ ജെല്ലും നമ്മുടെ വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് അതും ഡെയിലി നമുക്ക് ചുണ്ടത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പൊട്ടലും ഒക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ചുണ്ടിനെ ബാധിക്കില്ല. പിന്നെ നമുക്ക് ഒരു സ്ക്രബിങ് ആണ് കൊടുക്കേണ്ടത്. സ്ക്രബിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി പഞ്ചസാര പൊടിച്ചത്, വളരെ കല്ലനല്ല, വലിയ കല്ലൻ പഞ്ചസാര ആണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് പൊടിക്കുക. അതൊന്ന് പൊടിച്ചതിന് ശേഷം അതിൽ നമുക്ക് ഇത്തിരി നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന നമുക്ക് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക. അപ്പോൾ ഈ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമ്മുടെ ചുണ്ട് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ഭംഗിയാവുകയും ചെയ്യും. നമ്മൾ മുഖമൊക്കെ ശ്രദ്ധിക്കണം, കയ്യും കാലൊക്കെ ശ്രദ്ധിക്കണം പോലെ തന്നെയാണ് നമുക്ക് ചുണ്ടിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അത് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഇഷ്ടക്കേടൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡെയിലി ചെയ്യാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറുനാരങ്ങ നീരും പഞ്ചസാരയും കൂടിയിട്ട്, ഇപ്പോൾ വെളിച്ചെണ്ണ തേക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുകയാണെങ്കിൽ നാരങ്ങയുടെ ഒരു തുണ്ട് നാരങ്ങ നീരെടുക്കുക. അതുപോലെ തന്നെ ഇത്തിരി പഞ്ചസാരയും കൂടിയിട്ട് അത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയുടെ ഈ സ്ക്രബിങ് പരിപാടി നമ്മൾ മുഖത്തേക്കായാലും ചുണ്ടത്തേക്കായാലും സ്ക്രബിങ് പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം, മാക്സിമം 2 വട്ടം, അതിനപ്പുറത്തോട്ട് കൂടാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ ചുണ്ടിൻ്റെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോണ്ടല്ലോ, ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ തൊലി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ഈ നമുക്കിത് സോഫ്റ്റായിട്ട് കാണുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ നല്ല പോലെ ഇട്ടിട്ട് ആക്കും. അങ്ങനെ ആക്കി കഴിയുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഡ് സ്കിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷെ അതിനൊപ്പം തന്നെ നമുക്കൊരു തൊലിയും കൂടി പോയി കിട്ടും നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ. അതായത് പതുക്കെ വേണം നമുക്ക് ചുണ്ടത്തൊക്കെ നമ്മൾ സ്ക്രബിങ് കൊടുക്കാനായിട്ട്, വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഈ സ്ക്രബിങ് പരിപാടി നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ വേണ്ടു, കൂടി വന്ന 2, അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ചെയ്യണ ഈ മോയ്സ്ചറൈസ് ഉണ്ടല്ലോ, നമ്മൾ മുഖത്തേക്ക് തേക്കണ പോലെ തന്നെ നമുക്ക് ചുണ്ടത്തേക്കുള്ള മോയ്സ്ചറൈസാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയും അലോവേരയും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെപ്പിലാക്കി വെച്ചിട്ട് നമ്മൾ രാത്രിക്ക് എടുക്കുമ്പോൾ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ നേരെ വെളുക്കണ വരയ്ക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലവർക്ക് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചുണ്ട് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യണ ഒരു പരിപാടി എന്നിട്ടായി ചുണ്ട് ഉണങ്ങുമ്പോൾ ഈ ഒരു പരിപാടിയല്ല നമ്മൾ ചെയ്യാറ്. ഞാനടക്കം ചെയ്യണത് ആ ഒരു പരിപാടിയാണ്. പക്ഷേ അത് അപ്പോഴത്തേക്കുള്ള ഒരു നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തേക്കാളും കൂടുതൽ നമുക്കൊരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ലിപ് ബാം, ബീട്രൂട്ടിൻ്റെ ലിപ് ബാം വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം.
അതും നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും പറ്റിയില്ലെങ്കിൽ ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് ഉണ്ട്, സ്ട്രോബെറിയുടെ ഈ ഒരു ലിപ് ബാമാണ് നമ്മൾ മറക്കാണ്ട് ചെയ്യണ ഒരു കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം വരെ നമുക്ക് ചുണ്ടത്ത് നല്ല രീതിക്ക് നിൽക്കുകയും ചെയ്യും. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. ഒരു ലിപ്റ്റിക് ഇട്ട ഒരു ഭംഗിയിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഉണ്ടോ, അടിപൊളിയാണ്. ഇതിനാകെ 15 രൂപയെ വരണുള്ളൂ. ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ഈ സീസണിലേക്ക് നമുക്ക് പറ്റിയ ഒരു ഇതാണ്. വില കൂടുതലിൻ്റെ ലിപ് ബാമുകളൊക്കെ ഉണ്ട് കേട്ടോ. പൈസ ഉള്ളവരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ മേടിച്ച് വെച്ചാൽ ഇത് കുഴപ്പമൊന്നുമില്ല. ചുണ്ടിന് യാതൊരു ദോഷം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേഷനറി കടകൾ ഒക്കെ നമ്മുടെ ലേഡീസ് കടകളിലൊക്കെ നമുക്ക് സ്റ്റേഷനറി കട എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ലേഡീസ് സ്റ്റോറാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കിട്ടും. സ്ട്രോബെറിയുടെ ലിപ് ബാമാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചു വാങ്ങാം. ഇതല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇപ്പം നമുക്ക് ഗ്ലിസറിൻ വെച്ചിട്ടുള്ള പാക്കുകൾ പറയുമ്പോൾ പലരും പോയിട്ട് ഗ്ലിസറിൻ ചോദിക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പുകാർ മുറിവിൻ്റെ ഗ്ലിസറിൻ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ മേടിക്കുമ്പോൾ ചോദിക്കുമ്പോൾ സ്കിൻ്റെ അതായത് നമുക്ക് മുഖത്തേക്കുള്ള ഗ്ലിസറിനാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് മേടിക്കണം. ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തും കേട്ടോ. അവർ പഴുപ്പിന് വേണ്ടിയിട്ടുള്ള ഗ്ലിസറിനായിരിക്കും കൊടുക്കുക. അത് നമുക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യായാലും അത് നല്ല രീതിക്ക് ചോദിക്കുക. എനിക്ക് കമൻറ്റിൽ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞത്. ഞാൻ എല്ലാ ഗ്ലിസറിൻ്റെ പാക്കിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രത്യേകം ഇങ്ങനെ ചോദിച്ച് വാങ്ങണം. അപ്പോൾ നമ്മുടെ ആ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ആയിട്ട് വരണത് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒന്ന് ചോദിച്ച് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാൻ കിട്ടിയില്ലെങ്കിൽ മുഖത്തേക്ക് തേക്കണ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ലിപ്പിന് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഈ ചുണ്ട് നനയ്ക്കുന്ന പരിപാടി പരമാവധി ഒഴിവാക്കാൻ നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.